ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 61 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ത്വദംഗസംഗസ്പൃഹയോത്സദീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ യിമാഃ ശകർത്തഭർത്തൂന്നവി താസ്വഗർഹണാൻ. അന്വയം അർത്ഥം. ഭോജ്യാനി ആഹാര സാധനങ്ങൾ, ആദായ എടുത്തിട്ട്, തഹ അവരെ, അനുഗ്രഹിച്ചിട്ട്, പുന പിന്നീട്, ഇമാം ഇവരെ, ത്വദംഗസംഗസ്പൃഹയ അങ്ങയുടെ അംഗസ്പർശത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട്, ഗൃഹം വീടും ഭർത്താക്കന്മാരെയും, ഉച്ഛതി ഉപേക്ഷിച്ചവരായി, വിലോക്യ കണ്ടിട്ട്, യജ്ഞായ യാഗത്തിന്, വിസർജയൻ അയച്ചിട്ട്, ഭർത്തൂൻ ഭർത്താക്കന്മാരെ, താസു അവരിൽ, അഗർഹണാൻ അഭി അവജ്ഞയില്ലാത്തവരാക്കി തീർത്തു. സാരം: ഭഗവൻ ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ആഹാരപദാർത്ഥങ്ങൾ വാങ്ങി അവരെ അനുഗ്രഹിച്ചു. അംഗസ്പർശത്തോടുകൂടിയ ദാസ്യത്തിന് അവരെ അനുവദിച്ചു. യജ്ഞത്തിനായി ഗൃഹത്തിലേക്ക് അയച്ചു. അവരുടെ ഭർത്താക്കന്മാർക്ക് അവരെ സംബന്ധിച്ച് സന്തോഷം തോന്നിക്കുകയും ചെയ്തു. ഹരി ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. നിരൂപ്യദോഷം നിജ അംഗനാജനെ വിലോക്യ ഭക്തിം ച പുനം വിചാരിവേ പ്രഭുത്വതത്വൈസ്ത്വമഭീഷ്ടുതോ ദ്വിജിരൈർ മരുൻപുരാദേശ നിരന്തുമേകദാൻ. അന്വയം അർത്ഥം. പുന ബ്രാഹ്മണ സ്ത്രീകൾ മടങ്ങിപ്പോയി യാഗം അവസാനിച്ചതിന് ശേഷം വിചാരിഭി നല്ലതുപോലെ ചിന്തിച്ചവരും പ്രബുദ്ധതത്വൈ തത്വം നല്ലപോലെ അറിഞ്ഞവരും ദ്വിജൈ ബ്രാഹ്മണരാൽ നിജം തൻ്റെ ദോഷം ഭഗവത് ഭക്തിയില്ലാത്ത ന്യൂനത നിരൂപ്യ ചിന്തിച്ച് അങ്കനാജനെ ഭാര്യമാരിൽ ഭക്തി കൃഷ്ണഭക്തി വിലോക്യത കണ്ടറിഞ്ഞും അവിഷ്ടുത സ്തുതിക്കപ്പെട്ടവനായ ത്വം അങ്ങേ മരുത്പുരാധീശ ഗുരുവായൂരപ്പ മേ എൻ്റെ ഗദാൻ നിരുന്തി രോഗങ്ങളെ മാറ്റിയാലും. ഹരിവും. സാരം: സ്ത്രീകൾ മടങ്ങിവന്നെ യാഗം പരിപൂർണതയിലെത്തിയപ്പോൾ ഭക്തിരാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ച് യഥാർത്ഥ സത്യം ഗ്രഹിച്ച് ബ്രാഹ്മണർ ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.